എതിരെ ഗോവിന്ദനരികെ വന്നൊരു പുതുമയായുള്ള വചനങ്ങൾ മധുരമാം വണ്ണം പറഞ്ഞും കേൾപ്പിച്ചും മന്ദസ്മിതവുമായി വരിക കണി കാൺമാൻ. ദൃഷ്ടമായ ഈ ജഗത്തിന്റെ മൂല കാരണം അറിഞ്ഞാൽ കൊള്ളാം. എങ്ങനെയാണ് അത് ഉണ്ടായത്? ഇനി അത് അപ്പോ ഇല്ലാണ്ടാവും. ഈ ജഗത്തിൽ ജീവിക്കുന്ന മനുഷ്യന്റെ സ്വഭാവം എന്താണ്? അതിലെ ജീവികളുടെ സ്വഭാവം എന്താണ്? ഈ ജീവികളുടെ ജനന മരണ സ്വഭാവം എന്താണ്? ഇവയെല്ലാം എങ്ങനെ ഉണ്ടായി? ഇതെങ്ങനെ കൂടിച്ചേരുന്നു? ഇതെങ്ങനെ ഇല്ലാണ്ടാവുന്നു? ഇതാണ് യുധിഷ്ഠിര മഹാരാജാവിന്റെ സംശയം. യുധിഷ്ഠിര, പണ്ട് വ്യാസപുത്രനായ ശുകൻ തന്റെ പിതാവിനോട് ഇതേ ചോദ്യം തന്നെ ചോദിക്കുകയുണ്ടായി. അതിന് പരമാത്മാവാണ് ഉത്തരം പറയേണ്ടായത്. ആ സംവാദത്തെ പറ്റിയിട്ട് ഞാനിപ്പോൾ പറഞ്ഞുതരാം. യുധിഷ്ഠിര, കാര്യകാരണ സ്വരൂപമാണ് ഈ ജഗത്ത്. കാര്യമോ കാരണമോ അല്ലാണ്ട് ഈ ജഗത്തില് ഒന്നും തന്നെ ഇല്ല. ഈ രണ്ട് ഭാവങ്ങളും എല്ലാ വസ്തുക്കളിലും ഉണ്ടാവും. ഇനി വല്ലാണ്ട് ചഴിഞ്ഞു നോക്കിയാൽ ഒരു ഭാവങ്ങളും ഇല്ലാത്ത ഒരു വസ്തുവും ഈ ജഗത്തില് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഈ കാര്യകാരണമായ വസ്തു രണ്ട് ഭാവങ്ങളിലാണ് ഈ ജഗത്തില് നിലകൊള്ളണത്. എന്നാൽ ഇതിൽ ഏതാണ് സത്യം എന്ന് നമ്മൾ പരിശോധിക്കാൻ പുറപ്പെടുകയാണെങ്കിൽ രണ്ടും അസത്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. ഈ രണ്ട് വസ്തുക്കൾക്കും, ഈ കാര്യകാരണ വസ്തുക്കൾക്കും കാരണമായിട്ട് ഇനിയൊരു വസ്തു ഉണ്ട്. അതാണ് മൂലവസ്തു. ഈ കാര്യകാരണങ്ങൾ ഈ മൂലവസ്തുവിൽ നിന്നും ആരംഭിച്ച് ഈ മൂലവസ്തുവിൽ തന്നെ അവസാനിക്കുകയും ചെയ്യുന്നു. ഈ മൂലവസ്തുവിനെയാണ് പരമകാരണം എന്ന് പറയണം. ഈ മൂലവസ്തുവിനെ തന്നെയാണ് നമ്മൾ ബ്രഹ്മം എന്ന് പറയണത്. നമ്മൾ അതിനെ പരമാത്മാവ് എന്ന് വിളിക്കുന്നുണ്ട്. അത് തന്നെയാണ് അദ്വൈതവും. എല്ലാം ഈ മൂലവസ്തു തന്നെയാണ്. ഈ മൂലവസ്തു, ഈ ബ്രഹ്മം വിജ്ഞാനത്തിന് അതീതായതുകൊണ്ട് ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് അഗോചരമാണ് താനും. വാക്കിനും മനസ്സിനും പിടികിട്ടാത്ത പരമതത്വം. ഈ ബ്രഹ്മത്തിൽ നിന്ന് ആദ്യം തന്നെ ഉണ്ടായി വേർതിരിഞ്ഞ വസ്തുവാണ് പ്രകൃതി. ഈ പ്രകൃതിയുടെ വ്യക്തിത്വം എന്താന്ന് ചോദിച്ചാൽ അനേകം കോടി അണുക്കൾ അല്ലെങ്കിൽ അനേകം ഘടകങ്ങളുടെ നിബിഡമായ ഒരു കൂട്ടമാണ് ഈ പ്രകൃതി എന്ന മൂല കാരണം. അനേക കോടി അണുക്കളുടെ അല്ലെങ്കിൽ ഘടകങ്ങൾ കൊണ്ട് നിബിഡമാണ് ഈ പ്രകൃതി തത്വം. അങ്ങനെയുള്ള പ്രകൃതിയിൽ നിന്ന് ആദ്യം വേർതിരിഞ്ഞ് ഒറ്റപ്പെട്ടതാണ് മഹത്തത്വം. ഈ മഹത്തത്വത്തിൽ നിന്ന് ജീവൻ സ്ഫുരണങ്ങളായ അഹങ്കാരവും അതിന്ന് സത്വരജ മനസ്സുകളാകുന്ന ഗുണങ്ങളും ഉണ്ടായി. ഈ രജോമായ അഹങ്കാരം ബ്രഹ്മദേവനായും സത്വഗുണാഹങ്കാരം മഹാവിഷ്ണുവായും താമസാഹങ്കാരം സംഹാരകർത്താവായ രുദ്രനായും പ്രകാശിച്ചു. അഹങ്കാരത്തിന്റെ മറ്റൊരു സ്വരൂപമാണ് മനസ്സ്. ബ്രഹ്മദേവൻ മനസ്സുകൊണ്ട് സൃഷ്ടി തുടങ്ങി. മഹാവിഷ്ണു പരിപാലനം ഏറ്റെടുത്തു. രുദ്രൻ സംഹാരകർത്താവായി മാറി. അങ്ങനെ ജഗത്തില് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ കരണശക്തികൾ വികസിച്ചു. അവ പ്രവർത്തക സ്വരൂപങ്ങളുമായി. ഈ താമസാഹങ്കാരത്തിൽ നിന്ന് ആദ്യമായിട്ട് ശബ്ദം ഉത്ഭവിച്ചു. ശബ്ദത്തിൽ നിന്ന് ആകാശം ഉണ്ടായി. ആകാശത്തിൽ നിന്ന് സ്പർശവും സ്പർശത്തിൽ നിന്ന് വായുവും ഉണ്ടായി. വായുവിൽ നിന്ന് രൂപവും രൂപത്തിൽ നിന്നും അഗ്നിയും പ്രതിഫലിച്ചു. അഗ്നിയിൽ നിന്ന് രസം, രസത്തിൽ നിന്ന് ജലം ഉണ്ടായി. ഈ രസത്തിൽ നിന്ന് ഗന്ധവും ഗന്ധത്തിൽ നിന്ന് ഭൂമിയും ഉത്ഭവിച്ചു. അങ്ങനെ ലോകാനുഭവങ്ങളുടെ സമഷ്ടി രൂപമായ പഞ്ചതന്മാത്രകളും പൂർണ്ണമായിട്ട് പ്രകാശിച്ചു. പഞ്ചേന്ദ്രിയങ്ങളും അവയുടെ സമാഹാര രൂപങ്ങളായ പ്രാണനും രാജസാഹങ്കാരത്തിൽ നിന്നും വികസിച്ചു. ഈ പറയപ്പെട്ട തത്വങ്ങളുടെ എല്ലാം പ്രകാശത്തിനും പ്രവർത്തനത്തിനും മുഖ്യ ഹേതു കാലശക്തി
ശക്തിയാണ്. ഈ കാലത്തിൽ കൂടി കർമ്മം വികസിച്ചു. ഈ കർമ്മത്തിന്റെ പ്രേരണ അനുസരിച്ച് അനേക യോനികളിൽ ജനന മരണങ്ങളും ഉത്ഭവിക്കാൻ തുടങ്ങി. അങ്ങനെ ദേവന്മാര്, മനുഷ്യര്, ഭൂതങ്ങള്, ജീവജാലങ്ങള് എല്ലാം ഉത്ഭവിച്ചു. അങ്ങനെ അനേകം ജീവനുകളെ കൊണ്ട്, സ്ഥാവരങ്ങളെ കൊണ്ടു സ്ഥൂല സൂക്ഷ്മാകാരമായ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു. കർമ്മങ്ങളുടെ പുണ്യപാപങ്ങളുടെ തോതനുസരിച്ച് അനുഭവങ്ങളും സുഖദുഃഖങ്ങളും ഒക്കെ ഉണ്ടായി. അങ്ങനെ പുണ്യകർമ്മങ്ങൾ ചെയ്തവരും പാപകർമ്മങ്ങൾ ചെയ്തവരും വേർതിരിക്കപ്പെട്ടു. പുണ്യകർമ്മങ്ങൾ ചെയ്തവര് പുണ്യയോനികളിലും പാപകർമ്മങ്ങൾ ചെയ്തവര് പാപയോനികളിലും ജന്മമെടുക്കാൻ തുടങ്ങി. ധർമ്മത്തിന്റെ വളർച്ചയും നിലനിൽപ്പും പുണ്യത്തിനും സുഖസമാധാനത്തിനും കാരണമാണ്. ശ്രുതികൾ, ധർമ്മശാസ്ത്രങ്ങള് മുതലായവ സൃഷ്ടികർത്താവായ ബ്രഹ്മദേവനിലൂടെ നാദബ്രഹ്മാകാരമായ വേദങ്ങളും ശാസ്ത്രങ്ങളും ജഗത്തിലേക്ക് ഒഴുകാൻ തുടങ്ങി. ഋഷികള് അവ പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ തുടങ്ങി. തൻ്റെ ശിഷ്യഗണങ്ങളിൽ കൂടി ഈ വേദശാസ്ത്രങ്ങളെ പ്രചരിപ്പിക്കാനും തുടങ്ങി. ധർമാചരണത്തിന്റെ സൗകര്യത്തിനു വേണ്ടി മനുഷ്യജന്മത്തിനെ വർണ്ണങ്ങളായിട്ട് തരം തിരിച്ചു. യുധിഷ്ഠിര, പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ പറ്റി ഞാൻ സാമാന്യമായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞു. കാലശക്തി തന്നെയാണ് ഇതിനെല്ലാം സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. സൃഷ്ടിക്കണതും സംഹരിക്കണതും എല്ലാം കാലം തന്നെ. അതുകൊണ്ട് കാലത്തിന്റെ രൂപവിശേഷങ്ങളെയും യുഗങ്ങളുടെ കണക്കുകളും വിസ്തരിച്ച് ധരിക്കേണ്ടതുണ്ട്. അതറിയുമ്പോൾ ജഗത്തിന്റെ ലയസ്വരൂപങ്ങളെ പറ്റി നല്ലൊരു ധാരണയുണ്ടാവും. ഇപ്രകാരം പ്രപഞ്ചത്തിലെ ഓരോ ജീവനും തൻ്റെ കർമ്മപ്രേരണയ്ക്കനുസരിച്ച് ഊർധ്വലോകങ്ങളിൽ അതാത് യോനികളിൽ ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് സംസാരത്തിന്റെ സാമാന്യ രൂപം. അവരവരിൽ അടങ്ങിയിരിക്കുന്ന സ്വഭാവ ഗുണമാണ് എല്ലാവരെയും നയിക്കുന്നത്. ആ സ്വഭാവത്തിനെ പ്രകൃതി എന്ന് പറയുന്നു. അതിനെ തന്നെയാണ് നമ്മൾ മായ എന്ന് മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞ് ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരന് മായ ഉത്ഭവിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കൊടുത്തു. എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.